നമസ്കാരം. നമ്മളെ മനസ്സിനൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് റീസെൻ്റ്ലി ഒരു കുട്ടിയെ തലയ്ക്കടിച്ച് കൊന്ന, അല്ലെങ്കിൽ തലയ്ക്ക് ചവിട്ടി കൊന്ന ഒരാളുടെ സ്റ്റോറി നിങ്ങൾ റീസെൻ്റ്ലി കേട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ മറ്റൊരു കാമൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ ഒരു കല്ലിൻ്റെ ഇടയിലേക്ക് എറിഞ്ഞു കൊന്നൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോരാത്തതിന് കുറച്ച് വർഷം മുൻപ് തന്നെ ഐഫോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യേണ്ട ആളെ കത്തിച്ചു കൊന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നിരന്തരം ക്രൈമുമായിട്ട് കമ്മിറ്റ് ചെയ്ത വാർത്തകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്തിനു വേണ്ടിയാണോ ചിലവഴിക്കുന്നത്, നമ്മുടെ ചിന്തകൾ ആ രീതിയിലുണ്ടാവും, നമ്മൾ ആഗ്രഹങ്ങൾ ആ രീതിയിലുണ്ടാവും. ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് പ്രവൃത്തിയും നമ്മുടെ മനസ്സമാധാനവും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നപ്പോൾ എന്താണ്? നമ്മുടെ കാഴ്ചകളും കേൾവികളും, അതായത് നമ്മളെ ചിന്തയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നും നല്ലതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ള ഒന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട ഒന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകം പറയാം, നമ്മളൊരു TV പ്രോഗ്രാം കാണുമ്പോഴോ ഒരു സോഷ്യൽ മീഡിയയിലൊരു പരിപാടി കാണുമ്പോഴോ അതൊന്നും റിയൽ അല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൾക്കാർ കുറച്ച് ചിരിച്ച മുഖങ്ങൾ ഒരു കുറഞ്ഞ സമയത്തേക്ക് അഭിനയിക്കുക. ഇങ്ങനെ നിരന്തരം അഭിനയിക്കപ്പെട്ട മുഖങ്ങൾ ഒരുപാട് സമയം ആവർത്തിച്ച് നമ്മൾ കാണുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫും ഇതുപോലെ ലക്ഷറിയസ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള ഒരു സാങ്കല്പിക ലോകം അഥവാ ഫാൻറ്റസി വേൾഡിലാണ് നമ്മളിൽ പല ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉള്ളത്. ഈ ചിന്താഗതിയിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ളൊരു മനസ്സമാധാനവും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാനുഷ്യ മൂല്യങ്ങളോട് നമുക്ക് ജീവിക്കാനും സാധിക്കും. അല്ലെങ്കിൽ വളരെ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഒരു തെറ്റായ രീതിയിൽ പോകുന്ന ഒരു ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വരും തലമുറ ജീവിക്കാൻ പോകുന്നത് മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും നമ്മളെല്ലാവരും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മുടെ സമയം, ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ സമയം നമ്മൾ നല്ലതിന് വേണ്ടി ചിലവഴിക്കുക. സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിൽ തന്നെ നല്ലവരെ നിങ്ങൾ ഫോളോ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഞാൻ എന്നെ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങളൊരു സോഷ്യൽ കണ്ടൻറ്റ് കാണുന്ന പക്ഷം അത് നല്ലതാണെങ്കിൽ അതിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ ഒരു പെണ്ണ് അവളുടെ തുണി എത്രത്തോളം ഊരുന്നുണ്ടോ അതിനനുസരിച്ച് അവൾക്ക് റീച്ചും ഫോളോ അപ്പും ഒരുപാട് കിട്ടുക. നിങ്ങൾ കുറച്ച് കാലം മുമ്പ് കേട്ടൊരു സംഭവമായിരിക്കും. അത് പണ്ട് കാലത്തൊക്കെ വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചുറ്റുപാടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാരെ ആദരിക്കുന്ന, അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്കും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് പല പരിപാടികൾക്കും വിളിക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെയാണ്. മറിച്ച് ഒരു രാഷ്ട്രീയ നേതാക്കളോ മറ്റോ ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തികളോ മറ്റോ വിട്ടുപോയാൽ അത് എത്രത്തോളം കൗതുകമുള്ള വാർത്തയായിട്ട് അത് മാറുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അത് ഇതേ അവസരത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു പോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു അശ്ലീല രീതിയിൽ ജീവിക്കുന്ന ഒരു പെണ്ണോ ആണെങ്കിൽ അവൾക്ക് സമൂഹം അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്ന ആദരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹിക ചുറ്റുപാട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും നല്ലതിനെ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തെറ്റിനെ കാണുമ്പോൾ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും എല്ലാം സത്യമാണെന്ന് ആരും വിശ്വസിക്കരുത്. സമയം നല്ലതിന് വേണ്ടി ചിലവഴിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തോളം സന്തോഷം തരുന്ന മറ്റൊന്നില്ല. ഈ കുടുംബത്തിലേക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ കുടുംബത്തിൽ നമ്മൾ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നതെന്ന് പറയുന്ന പോലെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾക്ക് തുരുമ്പ് വരുന്നത്, അതായത് സാമൂഹിക മാധ്യമങ്ങളിലെ കാഴ്ചകളും അതിലുള്ള ഇൻഫ്ലുവൻസും മറ്റുള്ള സോഷ്യൽ കോൺടാക്റ്റുകളൊക്കെ നമ്മുടെ കുടുംബ ബന്ധത്തെ തകർക്കുന്നതാകരുത് എന്ന് പ്രത്യേകം പറയാം. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരമണിക്കൂർ, ഉറങ്ങുന്നതിന് മുൻപ് ഒരമണിക്കൂറെങ്കിലും വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നന്നായിട്ട് സഹവസിക്കുക, തമാശകൾ പറയുക. സാമൂഹിക മാധ്യമങ്ങളെക്കാൾ വലിയൊരു ലോകം അവരുടെ കുടുംബത്തിലുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ആ സന്തോഷത്തിൻ്റെ പിറകെയായിരിക്കും. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നതിൻ്റെ പിന്നാലെയായിരിക്കും നമ്മളെല്ലാവരും. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരാളുടെ ജീവിതമെങ്കിലും ഈ ഒരു വാക്ക് കൊണ്ട് മാറട്ടെ എന്ന് വളരെ നന്നായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഈ ഒരു നല്ല ദിനം, ഇനി അങ്ങോട്ടുള്ള സമയമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു.